ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് കൂടാണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജാനുവരി 16 എൻ്റെ ചേച്ചിയുടെ, അതായത് നിങ്ങളെല്ലാവരും അക്കി എന്ന് വിളിക്കുന്ന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വ്യാഴാഴ്ചയിലത്തെ വിശേഷമല്ലേ അറിയേണ്ടത്. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. എന്താ പറയുക, വല്ലാണ്ട് വൈകാണ്ടാണ് ഞാൻ എണീറ്റത്. കാരണം ഇന്നലെ കിടക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തോടെ എണീറ്റു. അപ്പോൾ അത്യാവശ്യം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തോടെ എണീറ്റ് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തോമുട്ടൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതാണ് അടയാളം. തോമുട്ടൻ സ്കൂളിൽ പോണതിന് മുമ്പാണെങ്കിൽ ഞാൻ നേരത്തെ എണീറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. കാരണം 8:45 ആകുമ്പോഴേക്കും തോമു ഇറങ്ങും. അപ്പോൾ അവരിന്ന് നേരത്തോടെ റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ചാക്കോച്ചൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഭംഗിയായിട്ട് നടക്കണു. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഡിമ്പിളുടെയൊക്കെ സ്കൂൾ ഡേയ്സാണ് എൻ്റെ ഓർമ്മയിൽ വരിക കേട്ടോ. അങ്ങനെ പതിവ് പോലെ കിച്ചണിൽ വന്നപ്പോൾ ഇന്ന് പുട്ടും പഴമായിരുന്നു. അപ്പോൾ ഇന്ന് ഡിവൈൻ പറയായിരുന്നു പുട്ടും കുറ്റിയിലത്തെ ചില്ല് കാണാണ്ട് കിടന്ന് വട്ടം തിരിഞ്ഞു അത്രേ. പക്ഷേ അവിടെ എടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരു പുട്ടും കുറ്റിയല്ല, അവർ കളിയാക്കും, ഡിമ്പിൾ എപ്പോഴും കളിയാക്കും, എല്ലാതും 2ഉം 3ഉം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അത് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ തമാശയ്ക്ക് പറയായിരുന്നു പുട്ടിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ചില്ലില്ലാണ്ട് പിന്നെ തെല്ലത് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സ്ഥിരം കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ സംഭവം അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ 3 ആളും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇപ്പം അന്നത്തെ ആ ഒരു ഇതുള്ള കാരണം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു എവിടെയോ തട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്, എന്തോ പറ്റിയിട്ടുള്ളതാണ്, വേറെ കുഴപ്പമൊന്നും ഇപ്പം അവൾക്കില്ല കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബഹളമാണ്. അറിയാമല്ലോ, എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിക്കും തിരക്കും ബഹളമാണ്. അപ്പോൾ ചാക്കോച്ചൻ പുട്ട് തിന്നാണ് ആ ഡാഡിയുടെ അടുത്തിരുന്നിട്ട് കേട്ടോ. അവനൊക്കെ ഇങ്ങനെ തന്നെ തിന്നാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് നല്ലതെന്ന് പറയും, തന്നെ തിന്നണതാണ് നല്ലതെന്ന് പറയും. അങ്ങനെ നമ്മുടെ തോമു പാച്ചൂട്ടനെ എന്താ പറയുക, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എണീപ്പിക്കണതാണ് കേട്ടോ, കളിപ്പിക്കണത്. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ ആയതുകൊണ്ട് 3 പേരും ഉണ്ട് അരങ്ങത്ത്, 3 പേരും ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഇവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങാറ്. അങ്ങനെ തോമു സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ടാണ് തോമു ഇങ്ങനെ പോണത് കണ്ടിട്ട്. ഒന്നെങ്കിൽ ഞാൻ അപ്പുറത്താവും, അല്ലെങ്കിൽ ഞാൻ എണീറ്റിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല 8:45 ആകുമ്പോഴേക്കും തോമുവിനെയും കൊണ്ട് പോവും. അപ്പോൾ അങ്ങനെ തോമു പോയി. തോമുവിന് ടാറ്റയൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ചാക്കോനെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞാലേ അവനൊരു സ്വസ്ഥതയുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ അതും കൂടി കാണണം അവന്. അപ്പോൾ ഇന്ന് കൂടെ പോകുമ്പോൾ കരയാണ്ടിരിക്കാൻ വേണ്ടി ഡിവൈൻ ഒരു പെൻസിലെടുത്ത് കയ്യിൽ കൊടുത്തേക്കാട്ടോ. അപ്പം മൂപ്പര് അത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം തോമുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ബർത്ത്ഡേക്ക്. ഞാൻ പറഞ്ഞില്ല, അവരുടെ സ്കൂളിൽ പെൻസിൽ, റബ്ബർ, സ്കെയില് ഇതൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങളിതേ എല്ലാ ദിവസവും എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുക മതിൽ പണിയാണ് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി, ഏകദേശം ഒരു മാസാവാറായും തോന്നുന്നുണ്ട് പണി തുടങ്ങിയിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കുത്തുപണികളും അതും ഇതൊക്കെ ആയിട്ടുള്ള മതിലാണ്. അങ്ങനെ ഒരുത്തൻ പെൻസിലൊക്കെ കിട്ടി. അവൻ ടാറ്റ കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പോവായി. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ പാച്ചുവിന് പാല് കുടിക്കാൻ മടിയായിട്ടിരിക്കുക. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാണ്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ചാക്കോച്ചൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വന്നതിന് ശേഷം കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അവൻ്റെ ഭയങ്കര സ്റ്റൈലിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ. പക്ഷേ ഡിവൈൻ ഇടാണ്ടിരിക്കില്ല, ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ തോമുവിൻ്റെ വലിയ ഷർട്ടൊക്കെ ഇട്ടപ്പോൾ വലിയ ചെക്കനായി. അങ്ങനെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിക്കും ചാക്കോ പോയ സമയം കൊണ്ട് ഇവിടെ ഒരു അനക്കം ഉണ്ടായില്ലല്ലോ എന്ന്. ഞാൻ കുളിക്കാൻ പോയതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് പോകണം എന്നുള്ളത്. പോയി വരുമ്പോഴേക്ക് ഇവർ 2 പേരും റെഡിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇവരുടെ കൂടെ പോവാം, എന്നിട്ട് പിന്നെ അതോടുകൂടി പോകാമെന്ന്. പിന്നെ നോക്കിയപ്പോൾ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് 11 മണിക്കാണ്. അപ്പോൾ നേരത്തോടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഇവർ പോയിട്ട് സമാധാനത്തിന് പോസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഡാഡി വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്പാപ്പനും മക്കളും കൂടിയിട്ട് യാത്രയായി. അപ്പോൾ ഇന്ന് ഡിമ്പിൾ നീങ്ങി നിൽക്കുക. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഇനി അമ്മ കൂടെ വരണം എന്ന് പറഞ്ഞാൽ അവൾ മാറിയിട്ടാണ് പോകാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കണതും ഞങ്ങൾ.
അങ്ങനെ ചാക്കോച്ചൻ ഈ ഷർട്ട് ഇട്ടപ്പോൾ ഞങ്ങൾ പറയുന്നത് വലിയ ചെക്കൻ്റെ പോലെയായിരുന്നു. അവൻ 2 വയസ്സുകാരൻ്റെ പോലെയല്ല അവനെ കാണുമ്പോൾ തോന്നാമെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെപ്പോഴും ബാക്കിലിരിക്കാൻ ഇഷ്ടം, അതായത് ഡാഡിയുടെ കഴുത്ത് കെട്ടിപ്പിടിച്ചിരിക്കണം, അതാണ് അവന് ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ കയറി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവനും ഇറങ്ങുകയാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് എന്തോ കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷേ ഇവൻ എത്രത്തോളം നിൽക്കും എന്നുള്ളത് അറിയില്ല. കാരണം അവൻ അപ്പേനെയും അമ്മേനെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വശത്ത് നിൽക്കില്ല, അവരുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ചാക്കോച്ചനുണ്ട് കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവരും ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ കയറാൻ പാടില്ല, അവർ അവിടെ നിന്ന് തിരിയണ വരെ ഞങ്ങൾ അവിടെ നിൽക്കണം എന്നാണ് ഓർഡർ. അവിടെ നിന്ന് ടാറ്റയൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചും പറയണം, അങ്ങനെയാണ് കേട്ടോ. അത് പണ്ട് തൊട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ തൊട്ട് ഉള്ള ഒരു ശീലമാണ് ഈ യാത്ര അയക്കുമ്പോൾ ഇങ്ങനെ കൂടെ വന്ന് നിൽക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാവർട്ടിയിലൊക്കെ ആയിരിക്കും എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു ആ സമയത്ത്. കാരണം ഇറങ്ങി ഡാഡി അങ്ങോട്ട് തിരിഞ്ഞ് പോണ വരെ നമ്മളിവിടെ നിന്ന് നോക്കും. അതെന്തോ അങ്ങനൊരു ശീലമായി. അത് ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെയാണ്. ആരെങ്കിലും പോകുമ്പോൾ അവരെ യാത്രയ്ക്ക് അവിടെ നിൽക്കുക. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മ പറയും, അങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ നിൽക്കല്ലേ ചെയ്യുക, മനസ്സിൽ പ്രാർത്ഥിക്കുക, ഒരു ആപത്തും കൂടാണ്ട് പോയ ആൾ തിരിച്ചു വരണേന്ന് ആ നിൽക്കണ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. അത് ആ കുഞ്ഞിലേ തൊട്ട് അതങ്ങനെ കേട്ടതുകൊണ്ടായിരിക്കാം അവർ കുരിശ് വരച്ചങ്ങോട്ട് ഇറങ്ങണോട് കൂടിയിട്ട് നമ്മളാ നോക്കി നിൽക്കുമ്പോൾ പോകുന്ന യാത്രകളിൽ ഒരു അപകടം വരുത്താണ്ട് തിരിച്ചു വരണേ, പോകുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണേ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മളവരെ എന്താ പറയുക കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നമ്മളതിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞിലെ അപ്പച്ചൻ്റെ അപ്പൻ്റെ അമ്മയിലും നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു തരില്ല. അതുപോലെ ആംബുലൻസ് പോകുമ്പോൾ അതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അപ്പം മനസ്സിൽ പ്രാർത്ഥിക്കണം. അന്ന് ആംബുലൻസൊക്കെ വളരെ അപൂർവം. ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, എന്തായാലും ഒരു അപകടമായിട്ടൊരു രോഗിയെ കൊണ്ടുപോകണതോ ആ രോഗിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എത്തിക്കണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ കുട്ടി കാര്യങ്ങൾ ഞാനും എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരിപ്പോൾ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പോൾ മീൻ വറുക്കാനായിട്ട് ഡിവൈൻ ഓൾറെഡി ഇട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് ഡിമ്പിളിന് ഏതോ ഒരു പേജിൽ നിന്ന് അയച്ചിട്ടുള്ള 2 പേർക്ക്, ഡിവൈന് ഗ്രീനും ഡിമ്പിളിന് റെഡും 2 പേർക്ക് ക്രിസ്മസിന് സെൻഡ് ചെയ്തതാണ്. പക്ഷേ കുറേ ലേറ്റായിട്ടൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങായി, ഹോസ്പിറ്റലിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ഡിമ്പിളിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും ഡോക്ടറോടൊന്ന് പറയാം, ഞാൻ കാണിക്കുന്ന സെയിം ഡോക്ടറാണ്. അപ്പോൾ ഡാഡിയും ഞാനും അബൂബക്കർ സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്തായാലും വിചാരിച്ചു ഡോക്ടറോട് പറയാം ഈ ഗുളിക കഴിക്കുമ്പോഴുള്ള ക്ഷീണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഡിവൈൻ ഈ യാത്ര പറയണു, ഞാൻ പറയാറില്ലേ ഇവിടെ നിന്ന് അവിടെ എത്തുവോളം യാത്ര പറയാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോണു. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കാരണം സ്കൂൾ ടൈം, കോളേജ് ടൈം, ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞു. ശരിക്ക് 11 മണിയാണല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം ആ ചേട്ടൻ ചോദിക്കുന്നത് പിള്ളേരൊക്കെ എവിടെയെന്നാണ്. കാരണം അവരാണ് സാധാരണ മറ്റേ QR കോഡ് കാണിക്കുമ്പോൾ അവരെ കൊണ്ടാണൊക്കെ ചെയ്യിക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വേണം എന്നൊക്കെ പറയണത് അവരെ കൊണ്ടാണ് ചെയ്യിക്കുക. അപ്പോൾ അവർ ചോദിക്കായിരുന്നു പിള്ളേരൊക്കെ എവിടെയെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ പറയും ഞങ്ങളെക്കാളും കൂടുതൽ പിള്ളേരെയാണ് കൂടുതൽ എല്ലാവരും അന്വേഷിക്കാറ് കേട്ടോ. അങ്ങനെ നല്ല സിഗ്നലിൽ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മിഷൻ ഹോസ്പിറ്റലിൽ കഴിയുവോളം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളെപ്പോഴും നെല്ലൂന്ന് പള്ളി എത്തുമ്പോൾ അമ്മയുടെ കാര്യം ഓർക്കും. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുക പിന്നെ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ കുറേ പഴയ വീടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പള്ളിയിലേക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് പള്ളിയിലേക്ക് വന്ന കാര്യമൊക്കെയാണ് ഓർമ്മ വരിക. അങ്ങനെ അവിടെ നിന്ന് മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് അടുത്തൊരു മറ്റേ എന്താ പറയുക സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇതാണ്, നമ്മുടെ ഇവിടെ ബിഗ് ബസാറിൻ്റെ സെൻറ്ററാണ് കേട്ടോ. അശ്വിനി ജംഗ്ഷനാണ് പിന്നത്തെ സെൻറ്റർ വരുന്നത്. അങ്ങനെ ഓരോ ജംഗ്ഷനും. അപ്പോൾ ഇത് കാഴ്ചബംഗ്ലാവ് സൂവിൻ്റെ അവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മറ്റേ യൂത്ത് ഫെസ്റ്റിവലിന് വന്നിട്ടുള്ള കണ്ടമാനം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു, സൂവിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഇവരോട് പറയും കുട്ടികളെയും കൊണ്ട് ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഇവർ പറയും ഒന്നാമത് ഇത്രയും വഴി അതിൻ്റെ ഉള്ളിൽ നടക്കണം, രണ്ടാമത് അതിനകത്ത് ഒന്നുമില്ല മമ്മിയെന്ന് പറയും. അപ്പോൾ പിന്നെ കയറിനോടത്ത് ഈ ടോയ്സും പിന്നെ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഉള്ളത് ഭയങ്കര അപകടമാണ്. കുട്ടികൾ കയറുമ്പോൾ തന്നെ അത് വാങ്ങിയിട്ട് പിന്നെ മേത്തൊക്കെ ആക്കും. അപ്പോൾ ആ മടി വിചാരിച്ചിട്ട്
ഇവരിതുവരെ കൂട്ടാക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ആ കുട്ടികളെയും കൊണ്ട് ഒന്ന് അവിടെ പോകണമെന്നുണ്ട് കേട്ടോ. കാഴ്ച ബംഗ്ലാവിൽ കുട്ടികൾ വലുതാകുമ്പോൾ പറയുമല്ലോ ഞങ്ങൾ പഴയ കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാമല്ലോ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ദയ എത്തി. അപ്പോൾ ദയയിൽ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ നേരത്തോടെ എത്തി, ഫസ്റ്റ് നമ്പർ. അപ്പം ഇതാണ് നമ്മുടെ സാജിദ് സാർ കേട്ടോ. അപ്പോൾ നമ്മൾ വരണതിൽ മുമ്പായിട്ട് സാറിനെ വിളിച്ച് പറയുക ചെയ്യട്ടോ. അപ്പോൾ ടോക്കൺ എടുത്ത് വയ്ക്കും, കുട്ടികളെ കൊണ്ട് എടുത്ത് വെപ്പിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ നല്ല അധികം തീരെ തിരക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തോ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് വേഗം തന്നെ അവിടുന്ന് മറ്റേ ക്യാൻറ്റീനിലേക്ക് വന്നു. അപ്പോൾ ഡാഡി ഓൾറെഡി കാറിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ, മറ്റേ പാർക്കിങ്ങിൽ. അപ്പോൾ മെഡിസിൻ അടക്കം വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ ചായയൊന്നും കുടിക്കാണ്ട് ഫ്രൂട്ട് കട്ട്സ് വാങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിശപ്പും ദാഹവും തീരില്ലോ, ഡാഡിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങിക്കുകയാണ് ചെയ്തത്. കാരണം മധുരം മാക്സിമം ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. കാരണം എനിക്ക് അന്ന് ഷുഗർ വന്നത് ഗുളികയുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ്. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സ്, അപ്പോൾ ഡാഡിക്കും അത് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഡാഡി അത് വണ്ടിയിലിരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങളിതാ അടുത്ത യാത്ര തുടരപ്പോൾ റൗണ്ടിൽ കൂടെയാണ് പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിലേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റൗണ്ടിൽ മൊത്തം ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. യൂത്ത് ഫെസ്റ്റിവലിന് നമ്മുടെ തൃശ്ശൂർക്കാർ വരവേൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞു നമുക്ക് ഈ വഴിക്ക് അങ്ങനെ അധികം വരാറില്ല. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു ഞങ്ങളിത് ഇവിടെ നിന്നാണ് ബസ് കയറാട്ടോ പള്ളിയിലേക്ക് വരുമ്പോൾ പോകുമ്പോൾ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഡിമ്പിളിന് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാം. ഇപ്പം എനിക്കാണ് ഇപ്പോൾ ഒന്നും അറിയാത്തത് കേട്ടോ. അങ്ങനെ റൗണ്ടിൽ കൂടെ വരുമ്പോൾ അവിടെ മാഷന്മാർ കുട്ടികളുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞവരുടെയും മുമ്പുള്ളവരുടെയും പിന്നെ ഒപ്പനക്കാർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മറ്റേ സ്കൂൾ ഡേയ്സാണ് ഓർമ്മ വരേണ്ടത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കയ്യിൽ അൾട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വാരി വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതൊക്കെ പിന്നെ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും സിസ്റ്റേഴ്സ് എങ്ങനെയാ വെച്ചാൽ ഗ്ലൂക്കോസ് സ്പൂണിലാക്കിയിട്ട് വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അത് വായിൽ വയ്ക്കുമ്പോൾ ഒരു തണുപ്പ് വരുമ്പോഴത്തെ അവരുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡിമ്പിൾ പറയണേ ഓർമ്മ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ നടക്കുമെന്ന് അറിയില്ല. കാരണം അവൾക്ക് നല്ല മൊത്തത്തിൽ സുഖമില്ല, നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം തൃശ്ശൂർ കാണാനായിട്ടൊരു ഭംഗി. അപ്പോൾ ഞാൻ ഡോണിനോട് പറഞ്ഞു നമുക്ക് രാത്രിയാകുമ്പോൾ ഒന്ന് പോവാമെന്ന്. പക്ഷേ ആർക്കും കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവർക്ക് ആ സമയത്ത് ലൈറ്റ് കാണാം, കലോത്സവം കാണാമെന്നുള്ളതല്ല. അവർ വല്ല ബലൂണാ അങ്ങനെ വല്ലതും കണ്ടാൽ അതിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണട ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ എൻ്റെ കണ്ണട എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 2 ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് എനിക്ക് പെട്ടെന്ന് ഒരെണ്ണത്തിൻ്റെ കളറ് മങ്ങി. അപ്പോൾ ഡിമ്പിളിന് ഒരേ നിർബന്ധം അത് മാറ്റണം എന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ അല്ലേ സാരി എടുക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ സാരികൾ ബ്ലൗസ് തയ്ക്കാൻ ഇനിയും 3 or 4 തയ്ക്കാനുള്ള സാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാരി വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഒരു സാരി എടുപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ അപ്പോൾ ഞാൻ കണ്ണാടി എടുത്തത് TBAനുവിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. പണ്ട് മുനിസിപ്പൽ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ പണ്ട് തൊട്ടേ അവിടെയാണ് പോവാറ്. പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ വേറെ പോയത്. പക്ഷേ എനിക്കത് ഒട്ടും തൃപ്തിയല്ലാത്ത 2-3 വട്ടം അത് ലെൻസും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വന്നതുകൊണ്ട് ഞാൻ തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് എടുത്ത് തന്നിരുന്ന ആ അങ്കിള് മരിച്ചു. ഇപ്പോൾ അവരുടെ മോനാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ വേറെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. എന്നാലും എന്താ പറയുക, നമുക്കൊരു വിശ്വാസം, ഓരോ സ്ഥാപനങ്ങളോടും ഒരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ അവിടെ നിന്ന് റൗണ്ടിൽ കൂടെ വീണ്ടും റൗണ്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. ശരിക്കും ഇതാണ് സ്ഥലം ഏനു കാണുന്നത് മുനിസിപ്പൽ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്താണ്. പക്ഷേ അവിടെ ഒന്നും കൂടി നമുക്കൊന്ന് വട്ടമിടേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈ റോട്ടിലേക്കാണ് വന്നത്. ഹൈ റോട്ടിൽ ബോംബെ ഫ്ലവേഴ്സാണ്. ഞാൻ കുറേ പൂക്കൾ വാങ്ങിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ സ്റ്റൂള് കണ്ടപ്പോഴാണ്, അപ്പോൾ ആ ചേട്ടൻ അവരുണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് നല്ല മറ്റേ കടഞ്ഞ കാല് റെഡിമെയ്ഡ് കിട്ടും, അത് ഒരു പലകേമ സ്ക്രൂ ചെയ്തൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം ഈ പരിപാടിയും തോന്നിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അവിടെ കുട്ടി സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഇത് സ്ഥലം വരുന്നത് നിങ്ങൾ പലവട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട് മറ്റേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കാറെന്നുള്ളത്. അപ്പോൾ സാധാരണ ചില കടകളിലൊക്കെ ഭയങ്കര വിലയാട്ടോ, നല്ല വിലയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വിലയും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മറ്റ് കടകളിലൊക്കെ AC കുറേ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ.
ഒരു എന്താ പറയുക സാധാരണ ഒരു ചെറിയൊരു കട. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരുമല്ലോ. അങ്ങനെ ഞാൻ ദേ ഇത് നോക്കിയപ്പോൾ നല്ല തരം. അപ്പം ഞാൻ ഡിമ്പിളിനോട് പറയാറുണ്ട് ഇങ്ങനെ ഒരു ക്ലോക്ക് നമുക്ക് വാങ്ങിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഫ്രണ്ടിലത്തെ ക്ലോക്ക് ഒന്ന് മാറ്റി ഇതാക്കണം എന്ന് പറയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതാ ഞാൻ ഓരോ കുട്ടി കുട്ടി സാധനങ്ങളുള്ളത് ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഡയോണിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് കേട്ടോ ഫോട്ടോ ഫ്രെയിമൊക്കെ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു റെഡ് കൊല പൂ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എവിടെ ഇടണേന്നുള്ളത്. അത് ഫെൻഷു പ്രകാരം ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് എന്താണെന്ന്. എനിക്ക് ആ ബുക്ക് നോക്കി വായിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് കണ്ടു, ഇത് നല്ല ഭംഗിയുണ്ട്. വല്ല വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ കുട്ടി കുട്ടി സാധനങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ ഇതാണ് ബോംബെ ഗിഫ്റ്റ് ഹോം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാനത് പുറമേന്ന് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടി എടുത്തതാണ്. അവിടുന്ന് നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പാർക്കിങ്, അങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് ആ സ്പോട്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കണതെന്ന്. ജസ്റ്റ് ആ പാർക്കിംഗ് കഴിഞ്ഞ വഴിക്ക് റൈറ്റ് സൈഡിലാണ്. അവിടുന്ന് അങ്ങോട്ട് കണ്ടമാനം കടകളുണ്ടെങ്കിലും അവിടെയൊക്കെ നല്ല വിലയാട്ടോ, ഭയങ്കര വില. ഇവിടെ നല്ലവണ്ണം സെലക്ഷനും ഉണ്ട്, കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ നാളെ നിങ്ങൾക്ക് ചെടി കാണിച്ചു തരാം കേട്ടോ. എവിടെയാണ് വാങ്ങിയ സാധനം നാളെ കാണിച്ചു തരാം. ഞാൻ അക്കയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അക്കയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെടികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മറ്റേ നഴ്സറിയിൽ നിന്ന് ചെടികൾ ഇനി വാങ്ങുമ്പോൾ അതിൻ്റെ എണ്ണം കൂടി നനയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ എന്നും ഒരുപോലെ ഭംഗിയിൽ അവിടെ ഇരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അങ്ങനത്തെ ചെടികളാണ് വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ. കണ്ടാൽ ഒറിജിനൽ സംഭവം പോലെ തന്നെ. അങ്ങനെ ഞങ്ങളിതേ മടങ്ങുമ്പോൾ നമ്മുടെ പിള്ളേർസിനൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇവിടേക്ക് എത്തി. അപ്പോൾ എവിടെയും വഴിയിൽ ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ഡിവൈൻ ഉണ്ട്. ഡിവൈൻ അവിടെ അടിച്ച് കഴുകിയിട്ട് ഇങ്ങനെ എന്താ പറയുക വേർത്തൊലിച്ച് നിൽക്കുക. നല്ല ചൂടാണ് ഫ്രണ്ടിൽ. ഞാൻ പറയായിരുന്നു 2 ദിവസം മുമ്പ് വരെ കാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു വേഗം കാറ്റ് മാറി വെയിലായത്. വെയിൽ മാത്രമല്ല നല്ല ചൂടുമായിട്ടോ. അപ്പോഴാണ് പറയണേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചൂട് കൂടാൻ പോകാമെന്നുള്ളത്. അറിയില്ല, കലികാലം എന്ന് പറയാം. അതായത് ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത കാലമായി തുടങ്ങി. അങ്ങനെ ഇതേ ഓരോ കാര്യങ്ങൾ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ കുറേ ഉണ്ടാവും. പോയേക്കാളും സമയം അധികം കൂടുതൽ വന്നതിന് ശേഷമുള്ള വർത്താനം ഉണ്ടാവും. 1 മണിക്കൂർ പോയെന്ന് വെച്ചാൽ 5 മണിക്കൂറിൻ്റെ വർത്താനം ഉണ്ടാവും. അപ്പോൾ കേൾക്കാൻ രസമാട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ്റെ ചാറുണ്ട്, മോരടിച്ചിട്ടുണ്ട്, വെണ്ടക്കായ ഉപ്പേരിയുണ്ട്, പിന്നെ എന്തൊട്ടാ ബീഫ് റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു, മീൻ വറുത്തുണ്ട്, ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഇതെല്ലാവരുടെയും ഊണ് കഴിഞ്ഞിട്ടുള്ള സംഭവമാട്ടോ. അപ്പോൾ ഡിവൈനും ഡോണും നേരത്തോടെ ഞങ്ങൾ വരുമ്പോഴേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഡോണും ഡിംപിളും ഡാഡിയും കഴിച്ചു. ലാസ്റ്റാണ് എൻ്റെ കഴിപ്പ്. എൻ്റെ കഴിയിനോട് കൂടിയിട്ട് പിന്നെ ഞാൻ അതങ്ങോട്ട് ഒതുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളോടൊക്കെ ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ അവസാനം കഴിച്ചോളാം, നിങ്ങൾ പൊക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഇന്ന് ഡിംപിൾ പാത്രം കഴുകാനൊക്കെ ആയിട്ട് നിന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോർണിംഗ് കൊണ്ടുപോയി. അപ്പോൾ ഡിംപിളിന് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസിയാണ്. അതുകൊണ്ടാണ് ഈ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളും, പിന്നെയും എന്തൊക്കെയോ ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഡിംപിളിനൊരു ടെസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാനായിട്ട്, അങ്ങനെ എന്തോരൊക്കെ സംഭവമാണ്. അപ്പം ഞാൻ പറയുമ്പോൾ ഇതൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് പറയണേക്കാളും നല്ലത് മിണ്ടാണ്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മെഡിസിൻ്റെയാണ് 2 ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറയുന്നില്ല ഉറക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് വാശിയായിരുന്നു ഞാൻ കെടുക്കില്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് ഞാനൊന്ന് വറുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ബാർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മറ്റേ ബോൾസ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കി വേണ്ട. അപ്പോൾ ആദ്യം അത് വറുത്തു, അതിൻ്റെ കൂടെ കപ്പലണ്ടി വറുത്തു, അത് കഴിഞ്ഞ് ഫ്ലാക്സ് സീഡും വറുത്തു. ഞാൻ 3ഉം കൂടിയിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം, അപ്പോൾ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞല്ലോ, ആറിയതിന് ശേഷം ഞാൻ 3ഉം കൂടിയിട്ട് ഒരു ബോട്ടിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്തു. അതിൽ കുറച്ച് കിസ്മിസും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ശരിക്കും വൈറ്റ് റൈസിൻസാണ് ഏറ്റവും ടേസ്റ്റ്. ഇതായാലും വിരോധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് ഓരോന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വറുത്ത് ഒരു ബോക്സിലാക്കി വലിയ ഇതിൽ നിന്ന് 2 ആക്കിയിട്ട് പകർത്തി വെച്ചു കുട്ടികൾക്ക്, ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിക്കാൻ മെയിനായിട്ട് ഡാഡിയും മോനും മാത്രമാണ് കേട്ടോ, പിന്നെ ഞാനും വല്ലപ്പോഴും കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളോട് ഇതിൽ കുറച്ച് വൈറ്റ് കിസ്മിസും
പിന്നെ കുറച്ച് മറ്റേ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് മാറ്റി കഴിഞ്ഞപ്പോഴും സമയം കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. വിശപ്പ് ശരിക്കും പറഞ്ഞില്ല, എന്നാലും എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായി ഞാനിത് കാണുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കിയാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു സ്ലൈസ് ചീസ് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്പൈസി ഗാർലിക് നൂഡിൽസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എണ്ണത്തുമ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് മസാല പൊട്ടിച്ചിട്ടപ്പോൾ മസാല ഇത്തിരി കൂടുതലാണ്. അപ്പോൾ മസാല കൂടുമ്പോൾ സ്പൈസിയാണ്, ഓൾറെഡി സ്പൈസാണ്. അപ്പോൾ ഞാൻ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇത് ഫ്ലേവർ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം ഒരു ബാറിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് കൂടി ഇട്ടു. സാധാരണ ഇവർ 3 സ്ലൈസ് ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അത്രയും ഹെവി ആവണ്ട, ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ഇത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ വൈറൽ കാണുന്ന പോലെ തന്നെയാണ്, നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, എനിക്കിഷ്ടമായി അത്. അങ്ങനെ ആ പാലിലും ചീസിലും കിടന്ന് നൂഡിൽസ് ആ മസാലയോട് കൂടിയിട്ട് വെന്തപ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ഗാർലിക് സ്പൈസി നൂഡിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് വേറെയാണല്ലോ. പിന്നെ ചീസിൻ്റെ ആ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മുഴുവനൊന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ അവിടെ മൂടി വെച്ചു. അത് ഡിംപിളാണോ ഡിവൈനാണോ ആരോ വന്നിട്ട് അത് ഡിംപിളാന്ന് തോന്നുന്നുണ്ട് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇത് പിന്നെ ഞാൻ അവർക്കുള്ള ചോറ് റെഡിയാക്കണതാണ്. അപ്പോൾ ആ ചോറ് റെഡിയാക്കി അവർക്ക് അതിൻ്റെ ഇടയിൽ പാല് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് ഒന്ന് പോകും. അപ്പോൾ മറ്റേ പവർ ബാങ്ക് എടുത്തിട്ട് ഞാൻ കുത്തി വയ്ക്കുമ്പോൾ പിന്നെ ഞാനതങ്ങടെ മറന്നു പോകും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിട്ട് പോകും കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ 10:10 പാദസരങ്ങളാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ ഭംഗിയുള്ള പാദസരങ്ങളാണ്. കരിമണി ഒരു 4-5 പാറ്റേൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഡോൺ വന്നു കേട്ടോ. എത്ര വേഗം രാത്രിയായേ, പെട്ടെന്നാണ് സമയം പോയത് കേട്ടോ. അങ്ങനെ അവൻ വന്ന് മിഠായി കൊണ്ടുവന്നു. അപ്പോൾ അതേപോലെ 3 പേർക്ക് ഒരേപോലെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുവരണേ എന്ന് ചോദിക്കുമ്പോൾ കാരണം ഇവിടെ വാങ്ങി വെച്ചതും ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളതൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അപ്പോൾ വരുമ്പോൾ ഒരെണ്ണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം 3 ആൾക്കും ഒരുപോലെ കൊണ്ടുവന്ന് അത് പൊളിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കേ ചാക്കോ പറയുതേ അപ്പ വന്നു എന്ന്. പിന്നെ 3 ആളും കൂടിയിട്ട് ഇങ്ങനെ അഭിനയമാണ്. ഒരാൾ ഉറങ്ങിയ പോലെ കിടക്കുക, ഒരാൾ കണ്ടില്ലേ ഡാൻസ് കളിക്കുന്നുണ്ടില്ല, കിട്ടിയതിൻ്റെ ആ സന്തോഷമാണ് കിടന്ന് കാണിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, അവൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും കേട്ടോ നമ്മുടെ ചാക്കോ. അങ്ങനെ 3 ആൾക്ക് അത് കൊടുത്തു കഴിഞ്ഞ് അത് എന്താ പറയുക പൊട്ടിച്ച് കിട്ടിയതിന് ശേഷമാണ് അപ്പേനെ അവർ വിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പണികളായിട്ട് ഇവിടെ മേശപ്പുറത്ത് ഇരിക്കുമ്പോഴേക്കും ഡോണിൻ്റെ കുളി കഴിഞ്ഞ് വന്നു. പിന്നെ ഇവരുടെ ഓട്ടക്കളിയും എന്താ പറയുക അവരുടേതായ കളികളും കുറുമ്പുകളുമാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയും ഞാനും ഡാഡി പാക്കിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡിവൈൻ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. ടിമ്പിൾ തുണികൾ മടക്കാനൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഡോണിനെയാണ് കുട്ടികളെ ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞതാ ഡിന്നർ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്ന് കക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാഡി. അപ്പോൾ അതാണ് കക്ക റോസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് ഈ ഇടത്തരം വലിപ്പമുള്ള കക്കയാണെങ്കിൽ അതും ഒരു സുഖം ഉണ്ടാവില്ല, ഒരു കട്ടൊക്കെ ഉണ്ടാവും. ഇത് കുഞ്ഞ് കക്കയാകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കക്കിറച്ചി ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കറികൾ കിട്ടുമ്പോൾ ഇത് കൊള്ളില്ല അല്ലെങ്കിൽ ഇത് പോരാ എന്ന് തിരിച്ച് പറയും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇത് കഴിഞ്ഞപ്പോൾ ഒരേ ഗ്ലാസ് കട്ടൻ കിട്ടിയാൽ കൊള്ളാമെന്നായി. അങ്ങനെ ഒരേ ഗ്ലാസ് കട്ടനും വെച്ച് കൊടുത്ത് അവരെ പതുക്കെ യാത്രയാക്കിയിട്ടോ. അങ്ങനെ ചാക്കോച്ചൻ യാത്ര പറയാൻ ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞതാണ് ഉമ്മ തരാൻ വേണ്ടിയിട്ട്. അത് ചോദിക്കൊന്നും വേണ്ട കേട്ടോ, അവൻ മുറ പോലെ തരും. അപ്പോൾ അവൻ അന്വേഷിക്കുക ഡാഡി എവിടെയെന്ന്. അങ്ങനെ ഡാഡീനെ കണ്ടുപിടിച്ച് അപ്പോൾ ഓച്ച് പോണ വഴിക്ക് ഒരു ഉമ്മ കൂടി തരുമെന്ന് ചോദിച്ചപ്പോൾ അതും കൂടി കൊടുത്തിട്ട് പോണ പോക്ക കാണണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ നേരെ ഡാഡീൻ്റെ അടുത്ത് പോയി ഡാഡിയോട് കൂടി പറഞ്ഞതിന് ശേഷമാണ് കയറിപ്പോയത്. അപ്പോൾ ഡിവൈനും പിന്നാലെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ പാച്ചുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇന്നപ്പോൾ അവന് ഒന്നും വേണ്ട, അപ്പോൾ കുറച്ച് നേരത്തെ എന്തോ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പാല് മതി എന്ന് പറഞ്ഞിട്ട് പാല് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ ചപ്പാത്തി രാത്രിയിലത്തെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ ബാക്കി വന്നാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ബോക്സിലാക്കും, പിറ്റേ ദിവസം അത് പൂരിയായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്.
നിങ്ങൾ പൂരി വാങ്ങിക്കണേക്കാളും ഈ ചപ്പാത്തി കട്ട് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാവും. അത് ഈ കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് പൊളയ്ക്കും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കി പാത്രങ്ങൾ കഴുകലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, നിങ്ങൾ കുട്ടികളുടെ കാര്യം നോക്കി. ആകെ 4 പാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ പരിപാടികൾ എങ്ങനെ ആരെന്ത് ഒതുക്കിയാലും രാത്രിയിലാകുമ്പോൾ ഞാനൊന്നും എല്ലാ ഭാഗവും നോക്കിയിട്ട് പോകും. കാരണം അധിക ഭാഗം എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഓവനിലേക്ക് വല്ലതും വെച്ചിട്ട് അടയ്ക്കും. പിന്നെ അത് നമ്മൾ മറന്നു പോകും, കുട്ടികളായാലും നമ്മളായാലും മറന്നു പോകും. അപ്പം രാത്രിയാകുമ്പോൾ എൻ്റെ മെയിൻ പണി ഓവൻ തുറന്ന് നോക്കി അതിലെന്തെങ്കിലും മറന്നതുണ്ടെങ്കിൽ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചൂടാക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെക്കാമെന്ന് വെച്ചിട്ട് അതിനകത്ത് വെക്കുമല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് എന്താ പറയുക ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും ഞാൻ ഇന്ന് ശരിക്കും ഉച്ചയ്ക്ക് ഉറങ്ങാണ്ട് കുറേ നേരം ഒന്ന് എന്താ പറയുക അതും ഇതൊക്കെ ചെയ്ത് നിന്നു. അപ്പോൾ പിള്ളേരെന്നെ വഴക്ക് പറയായിരുന്നു, മമ്മി ഉച്ചയ്ക്ക് ശരിക്കും കിടന്ന് ഉറങ്ങുക, എന്നിട്ട് എണീക്കുമ്പോൾ എണീറ്റാൽ മതി, അത് കഴിഞ്ഞിട്ട് രാത്രി മമ്മി എത്ര നേരം വേണമെങ്കിലും ഇരുന്നോ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നെനിക്ക് മടിയായിട്ടാണ്, മടിയല്ല, എനിക്ക് ഭയങ്കര വിഷമം. ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കാൻ കുറേ ലേറ്റ് ആവുകയാണല്ലോ. അപ്പോൾ അത് എനിക്ക് ശീലമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് പറ്റില്ല. പിന്നെ പട്ടികൾ ആദ്യം പാലിന് വേണ്ടി അവർ കുരയ്ക്കും, അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി കുരയ്ക്കും. അപ്പോൾ നമ്മൾ കിടക്കണോടത്ത് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ പാച്ചുട്ടൻ ഗുഡ് നൈറ്റ് പറയാനായിട്ട് വന്നേക്കാട്ടോ. അപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്യാനായിട്ടിരിക്കുക. ഞാൻ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ലെമൺ ടീ ഉണ്ടല്ലോ, അത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. ഞാൻ ആ വാഷ് ബേസിൻ്റെ അവിടെ അന്തോണിസ് പുണ്യാളുടെ ഒരു കലണ്ടർ ഇട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പോയിട്ട് മുത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരാൾ കേട്ടോ. അങ്ങനെ അവരും കൂടി പോയി കഴിഞ്ഞു. പക്ഷേ ഞാനിതിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഡിമ്പിളിന് നല്ല ചുമയുണ്ട്. ഇന്നലെ വരെ പാച്ചു ആയിരുന്നു ചുമയ്ക്കുണ്ടായിരുന്നത്. എനിക്കും അതെ കേട്ടോ, ചുമ അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നത് മൊത്തത്തിൽ ഒരു വൈറൽ സംഭവം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ കറക്റ്റ് നല്ല എന്താ പറയുക ഒറിജിനൽ ചെടി പോലെയില്ലേ ഇത്. ഞാൻ ഇന്ന് അക്കിയുടെ ചെടി വാങ്ങിക്കാൻ പോയി ഇപ്പോൾ വാങ്ങിയതാട്ടോ. അതും ഈ സംഭവമൊക്കെ ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പതിവില്ലാണ്ട് ഇവിടെ ഒരു കസേര കാണുന്നില്ലേ, ഇപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ഈ കസേരയും ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യണതും മറ്റേ വോയിസ് ഓവർ കൊടുക്കണതൊക്കെ. കാരണം എനിക്കെന്തോ സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് എണീക്കുമ്പോൾ കാലിൻ്റെ മുട്ട ഒരു വേദന, സെറ്റ് എങ്ങനെ വന്നാലും താഴെയല്ലേ. പിന്നെ അത് ഇടയ്ക്ക് എണീറ്റിട്ട് ഫാൻ ഇടാൻ പോവുക, AC ഓഫ് ചെയ്യാൻ പോവുക. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കസേര ഇട്ടാൽ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി നാളത്തെ വിശേഷം, അതായത് ജാനുവരി 16 ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി, ചെറുപ്പത്തിലേ ഉള്ള അപ്പച്ചനും അമ്മച്ചനും ഞങ്ങൾ 3 പെൺമക്കളും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കുറച്ചും കൂടി വലുതായിട്ട് ഇത് കഴിഞ്ഞ് അടുത്ത് തന്നെ അപ്പച്ചൻ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ മരിച്ചു. അത് കഴിഞ്ഞ് അപ്പച്ചനും അമ്മച്ചിയും മൂത്ത ചേച്ചിയും പോയി. ഞങ്ങൾ 5 പേരിൽ 3 ആൾ പോയി. പിന്നെ ബാക്കി വന്നത് ഞങ്ങൾ 2 പേര്. ഇപ്പോൾ ഒരാൾക്കൊരാൾ തുണാന്ന് പറയണോണം ഈ 2 പേര് തന്നെയുള്ളൂ. പിന്നെ ഞങ്ങളുടെ മക്കളുടെ സ്ഥാനം എന്താ പറയുക, ഞങ്ങൾക്ക് മക്കളുടെ പോലെയല്ല, ഞങ്ങൾക്കൊരു ഫ്രണ്ട്സിൻ്റെ പോലെ റോസയും അന്നയും ഓച്ചു എന്ന് പറഞ്ഞാൽ ഡിംപിള്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരാളുടെ ഒരു സ്ഥാനം 3 ആളും കൂടി നികത്താണ് കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് റോസേനെയാണ് ഞാനെപ്പോഴും കൂട്ടി പിടിക്കുക. അന്നയും ഓച്ചും ഉണ്ടെങ്കിലും റോസയ്ക്ക് എന്തോ എൻ്റെ മനസ്സിൽ വലിയ ചേച്ചിയുടെ ഒരു സ്ഥാനമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചും പാച്ചുമല്ല തോമും ചാക്കവും കൂടിയിട്ട് അക്കിനെ വിഷ് ചെയ്യണതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് വോയിസ് ഞാൻ അവരുടെ ഓൺ വോയിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ തോമും ശരിക്ക് പറഞ്ഞു തുടങ്ങി, ചാക്കവും പാച്ചു എനിക്ക് തോന്നുന്നു ഉറങ്ങിയും തോന്നുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികളല്ലേ, അവർക്കൊരു മൂടാണ് അത് പറയാനും ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ AI ചെയ്തതാണ്, നമ്മുടെ സുലു എനിക്ക് ചെയ്തു തന്നതാണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഞാൻ എപ്പോഴും കാണുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. എനിക്കെന്തോ അത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ചേച്ചിക്ക് വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ.